നീ കളിക്കാതെ കാര്യം പറയേ. അല്ല, ഇപ്പൊ കളി മാറിയിട്ട് കാര്യമായോ? നമ്മള് സ്ഥിരം പറഞ്ഞ ഡയലോഗല്ലേ ഇതൊക്കെ. നമുക്ക് എപ്പോഴും കളിയും കാര്യവും രണ്ട് തരത്തിലാണ്. ഇതിന്റെ ഗൗരവ സ്വഭാവം നമ്മൾ ഒന്നിൽ കൂടുതലായിട്ട് മറ്റൊന്നിൽ തീരെ ഇല്ലാതെയായിട്ടാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും. കളിയിൽ അല്പമൊന്നുമല്ല കാര്യം, കളിയിൽ കുറേ കാര്യമുണ്ട് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഇതാ ലോക ഫുട്ബോൾ ആവുന്ന സമയത്ത് കേരളത്തിൽ ചർച്ചകൾ നിറയാണ്. ഫുട്ബോൾ ചർച്ചകളാണ് കഴിഞ്ഞ ഒരു മാസം. ഈ ചർച്ചകൾ നമ്മൾ നടത്തുന്ന സമയത്ത് കളിയെ പറ്റിയാണോ ചർച്ച ചെയ്യേണ്ടത്, അതോ അതിനും അപ്പുറമുള്ള വേറെ എന്തെങ്കിലും അജണ്ടകളെ പറ്റിയാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ വണ്ണിന്റെ ഇരുട്ടുമുറി ചർച്ചയിൽ ഇരുന്ന് അഭിപ്രായങ്ങൾ പറയുന്നവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ ഇതും കൂടി പറയാതെ പോയാൽ അത് ശരിയാവില്ല എന്ന് തോന്നി. കാരണം ഇതൊന്ന് കേട്ടു നോക്കും. ബ്രാൻഡ് വാല്യൂ ഉള്ള ആളല്ലേ, മൊറോക്കോ എന്ന് മാത്രമേ സലാം ഉണ്ടെന്ന് വിചാരിക്കുക, സെമി വരെ സലാം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല ഈജിപ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു വലിയൊരു പോപ്പുലേഷൻ, ഐ മീൻ വലിയ തോതിൽ വ്യൂവർഷിപ്പ് വേറെ നിലയ്ക്ക് വരില്ലേ. അതുകൊണ്ട് മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അർജന്റീന ഉള്ളത് കൊണ്ട് മാത്രമാണ് വ്യൂവർഷിപ്പ് ഉണ്ടാവുക എന്ന വാദവും അതാണ്. അത്ര ബലമുള്ള വാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇത് ഉയർന്നൊരു വാദം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങി ഈജിപ്ത് മൊറോക്കോ എന്നൊക്കെ കേൾക്കുമ്പോൾ മീഡിയ വൺ ചാനലിന് ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതലാണ്. അത് അവര് മറയില്ലാതെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂൾ കിറ്റായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അവരുടെ ഭാഷ തന്നെ കണ്ടെടുത്ത് പറയുകയാണെങ്കിൽ, മുഹമ്മദ് സലാ എന്ന് പറയുന്ന കളിക്കാരൻ, നമ്മുടെ മോസാലിനെ പറ്റിയാണ് പറയണത്, വലിയ തോതിൽ വ്യൂവർഷിപ്പ് വേറൊരു നിലയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണത്രേ. വേറൊരു വലിയ പോപ്പുലേഷന്റെ പ്രതിനിധിയായി മോസാല സെമിഫൈനൽ വരെ, ഈജിപ്ത് സെമിഫൈനൽ വരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നു എന്ന് പോലും പറയുന്നതിന് മീഡിയ വൺ ചാനലിന് ഒരു മടിയില്ല. എന്നാൽ വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഈജിപ്തിന്റെയും മൊറോക്കോയുടെയും തന്നെ കഥ എടുത്ത് തന്നെ ആലോചിക്കാം. നമ്മുടെ മോസാല നമുക്ക് ഈജിപ്തിന്റെ ചുവന്ന ജേഴ്സിയേക്കാൾ ദി റെഡ്സ് എന്നറിയപ്പെടുന്ന ലിവർപൂളിന്റെ കഴിഞ്ഞ 9 കൊല്ലമായി നമ്മൾ സലയെ അറിയുന്നത് ലിവർപൂളിന്റെ ചുവന്ന ജേഴ്സിയിലാണ്. ഹക്കീമിയുടെ കാര്യം എടുത്താലോ, മൊറോക്കോയിലെ അഷ്റഫ് ഹക്കീമി 14 കൊല്ലത്തോളം റയൽ മാഡ്രിഡിന് വേണ്ടി ജൂനിയർ സീനിയർ ടീമുകളിലായിട്ട്, പിന്നെ കഴിഞ്ഞ 5 കൊല്ലമായി പാരീസ് സെന്റ് ജർമ്മൻ. എന്നിട്ടാണ് നമ്മൾ ഇവരുടെയൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ മീഡിയ വൺ എങ്ങനെയാ നേരിട്ട് ഈ രാജ്യങ്ങളിലേക്ക് എത്തണം? ഈ അജണ്ട മീഡിയ വൺ എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ കളിപ്രേമികളുടെ മുന്നിൽ പയറ്റുന്നത്? നമ്മുടെ കുട്ടികൾ മെസ്സിയെയും റൊണാൾഡോയെയും അതുപോലെ തന്നെ പുതിയ സെൻസേഷനുകളായിട്ടുള്ള യമാലിനെയും ഒക്കെ ആരാധിക്കുമ്പോൾ എന്താ നോക്കേണ്ടത്? അവരുടെ കളിയാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെയാണോ? എന്താ മീഡിയ വൺ ഉദ്ദേശിക്കുന്നത്? ഈ ചർച്ചയുടെയൊക്കെ അവസാനത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ ഇന്ത്യ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലോ ഫൈനലിലോ എത്തിയ ക്രിക്കറ്റിന്റെ കാര്യം തോന്നുന്നു പറയണത്, ഗാലറിയിൽ മുഴുവൻ ജയ് ശ്രീറാം വിളിയാണ് ഉണ്ടാവുക എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയല്ലേ ഇവിടെ സംഘപരിവാറുകാര് മുഹമ്മദ് ഷമിയുടെയും മുഹമ്മദ് സിറാജിന്റെയും പേര് കാണുമ്പോൾ, അവരുടെ കളിയിലെ ഏതെങ്കിലും ഒരു കളിയിലെ ഒരു പിഴവ് കാണുമ്പോൾ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിക്കുന്നതിന്റെ ടൂൾ കിറ്റായി വികസിപ്പിച്ചത്. ആ ടൂൾ കിറ്റിനെ അതുപോലെ പിന്തുടർന്നുകൊണ്ട് ലോക ഫുട്ബോളിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഇനി ആരെ പിന്തുടരണം എന്നുള്ളതിന്, ഏത് കളിക്കാരന്റെ ആരാധകനാകണം എന്നുള്ളതിന് മീഡിയ വൺ തള്ളിവെക്കുന്ന ഈ മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ കളി കണ്ട് തുടങ്ങണമെന്നാണോ മീഡിയ വണ്ണെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും കേരളത്തിലെ കളിപ്രേമികള് നിങ്ങളുടെ ഈ ഇരുട്ടുമുറി ചർച്ചയെ വേണ്ട വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പൊ മീഡിയ വണ്ണോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, വെറുപ്പിക്കരുത്. പണ്ട് നിങ്ങളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള മാധ്യമം കാണിച്ചൊരു പണി കൂടി ആലോചിക്കുകയാണ് ഞാനിപ്പോൾ ഈ അവസരത്തിൽ. അത് പറഞ്ഞു നിർത്താം. 98 എന്ന് പറയുമ്പോൾ ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രാൻസിൽ വെച്ച് നടന്ന ലോകകപ്പാണ്. ഫ്രാൻസ് ആദ്യമായി, എംബാപ്പെ ജനിക്കുന്ന വർഷത്തിന് മുന്നത്തെ വർഷമാണ് ആ വേൾഡ് കപ്പ് നടക്കുന്നത്. ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ ഒരു റേഞ്ച് മനസ്സിലാവും. 28 വർഷം മുന്നേ ആ വേൾഡ് കപ്പ് നടന്ന സ്ഥലത്ത് സിദാൻ എന്ന് പറയുന്ന കളിക്കാരന്റെ ആവിർഭാവം നമ്മൾ കണ്ടു. സിദാൻ വേൾഡ് കപ്പ് ജയിച്ചു. പക്ഷെ ആ വേൾഡ് കപ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ സിനദിൻ സിദാൻ തന്നെയാണ് മാധ്യമം ആ കളിക്കാരന്റെ പേരെഴുതിയത്. പക്ഷെ ഫൈനലൊക്കെ ആവുമ്പോഴേക്കും സൈനുദ്ദീൻ സിദാനായി. എന്താ മാധ്യമം നിങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ മീഡിയ വണ്ണെ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ? സിദാന്റെ കളി ഇന്നും കേരളത്തിലെയും ലോകത്തിലെയും ഓരോ ആരാധകരും നെഞ്ചേറ്റുന്നത് നിങ്ങൾ കുത്തി നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷം നോക്കിയല്ല, പകരം ആ കളി നോക്കിയാണ്.
അത് ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് മീഡിയ വൺ കൂടുതൽ ചർച്ചയ്ക്ക് നിൽക്കാതെ ഫുട്ബോൾ വിശകലനം നടത്തുന്ന ആളുകൾ കളിയെ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അർജന്റീന ഈജിപ്ത് കളിയാണെങ്കിലും ശരി, വേറെ ഏത് കളിയാണെങ്കിലും ശരി, നിങ്ങളിപ്പോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കലക്കുന്ന വിഷമുണ്ടല്ലോ, തൽക്കാലം അതിൽ മാത്രം നിർത്തുന്നതല്ലേ നല്ലത്. ഇത് കളി ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ അറിയുന്ന കാലമാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മറക്കരുത്. പിള്ളേര് നിങ്ങളെ പഞ്ഞിക്കിടും.